ഇന്നത്തെ ഈ എപ്പിസോഡിൽ നമ്മൾ പരിചയപ്പെടാൻ പോകുന്നത് നമ്മുടെ നാട്ടിലുള്ള ഒരു വ്യക്തിത്വത്തെ ഏകദേശം 45 വർഷത്തിലധികമായിട്ട് നാടക മേഖലയിൽ തൻ്റെതായ വ്യക്തിമുദ്ര പതിപ്പിച്ച ആ വ്യക്തിത്വം നമ്മളോടൊപ്പമുണ്ട്. കൊല്ലത്തെ ചൈതന്യ തിയേറ്ററിന്റെ എല്ലാമായ ശ്രീമതി ഉഷ ഉദയൻ. ചേച്ചി നമസ്കാരം. നമസ്കാരം. ഈ നാടക മേഖലയിലേക്കുള്ള വരവ് എങ്ങനെയായിരുന്നു? ഈ മേഖലയിലേക്ക് വന്നത് യാദൃശ്യമായിട്ടായിരുന്നു. അതായത് 1980 എൻ്റെ കല്യാണമൊക്കെ കഴിഞ്ഞ് പിറ്റേ വർഷം എൻ്റെ ചേട്ടൻ സ്വന്തം സമിതി തുടങ്ങിയപ്പോൾ ഒരു ലേഡി ആക്ട്രസിനെ കിട്ടാനുള്ള ഒരു ബുദ്ധിമുട്ട് അന്ന് വന്നപ്പം അപ്രതീക്ഷിതമായ എൻ്റെ ചില വാക്കുകളാണ് എന്നെ ഈ മേഖലയിലേക്ക് കൈപിടിച്ച് ചേട്ടൻ ഉയർത്തിയത്. അതിനു മുമ്പ് വരെ അഭിനയം എന്നുള്ള ഒന്നുമില്ല. പഠിക്കുമ്പോഴേ സ്കൂളിലും കോളേജിലൊന്നും പഠിക്കുമ്പോഴൊന്നും ഇല്ല. ഒരു കലാപരമായ ഒരു കഴിവും എനിക്കില്ലായിരുന്നു. അതിൽ ഞാൻ താല്പര്യം കാണിച്ചിട്ടുമില്ലായിരുന്നു. ചൈതന്യ തിയേറ്റേഴ്സ് എന്ന ഈ നാടക സമിതി എങ്ങനെയായിരുന്നു അതിന്റെ ഉപയോഗം? ഞങ്ങളുടെ കല്യാണ സമയത്തൊക്കെ എൻ്റെ ചേട്ടൻ വേറെ പ്രൊഫഷണൽ നാടക സമിതിയിലായിരുന്നു അഭിനയിച്ചിരുന്നത്. അത് ഇപ്പൊ ആ സമിതിയില്ല. ഒന്ന് ജയ തിയേറ്റേഴ്സ് എന്ന് പറയും, അടൂർ ജയ തിയേറ്റേഴ്സ് എന്ന് പറഞ്ഞ് നമ്മുടെ അടൂർ പങ്കജത്തിന്റെ ഒരു സമിതിയായിരുന്നു. അതില് ഹോമം എന്ന് പറഞ്ഞ വർഗീസ് പോളിന്റെ ആ അദ്ദേഹത്തിന്റെ നാടകമാണ് ഹോമം. അതില് എൻ്റെ ചേട്ടനൊരു പള്ളിയിൽ അച്ഛൻ്റെ വേഷം ചെയ്തു. അപ്പൊ ആ നാടക സമിതിയിലൂടെയാണ് എൻ്റെ ഒരു അറിവ് വിവാഹത്തിന്റെ ആ ഒരു ടൈമിൽ അതിനകത്ത് അഭിനയിക്കുന്നത്. അത് കഴിഞ്ഞതിന് ശേഷം അസീസിയിൽ കുറച്ച് നാൾ എൻ്റെ ചേട്ടൻ പോയി. പിന്നെ കാളിദാസനിൽ പോയിട്ടുണ്ടായിരുന്നു. അവരുടെ ഡോക്ടർ നാടകം, എൻ്റെ ഓർമ്മ ശരിയാണെങ്കിൽ ആഗമം എന്ന് പറഞ്ഞൊരു നാടകം ഉണ്ടായിരുന്നു തോന്നുന്നു. അതിൽ അഭിനയിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് ചേട്ടൻ ഇങ്ങനെ സ്വന്തം സമിതി ഉണ്ടാക്കണമെന്നുള്ളൊരു തോന്നല് വന്നു. അപ്പോഴൊക്കെ ഞാനും എൻ്റെ ഫാമിലി എന്നൊക്കെ പറയുന്നത് ഇതിനോടൊക്കെ ഇച്ചിരി എതിരാണ്. പിന്നെ നാടകക്കാരൻ എന്നുവെച്ചെങ്കിൽ നാടകക്കാരനല്ലേ സ്നേഹിച്ചെന്ന് ചോദിക്കും. അത് അങ്ങനെ സ്നേഹമൊക്കെ യാദൃശ്യമായിട്ട് വന്നതായിരുന്നു. അത് കഴിഞ്ഞിട്ട് നമ്മൾ പറഞ്ഞു വേണ്ട, നമുക്ക് നാടക സമിതി ഒന്നും തുടങ്ങണ്ട, എവിടെയെങ്കിലും കുറച്ച് പൈസ കൊടുത്തിട്ട് ഒരു ജോലിക്ക് ശ്രമിക്കുക എന്നൊക്കെ ഇങ്ങനെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പൊ പക്ഷെ പുള്ളി അങ്ങനെ താല്പര്യം കാണിക്കുന്ന ഒരാളല്ല. അങ്ങനെ പുള്ളി നാടക സമിതി തന്നെ വേണമെന്ന് നിർബന്ധപൂർവ്വം അദ്ദേഹത്തിന്റെ ഒരു സ്വഭാവത്തിലേക്ക് വന്നപ്പോഴത്തേക്ക് എൻ്റെ അച്ഛനും അമ്മയും ഒക്കെ ഇങ്ങനെ സമ്മതിച്ചു. അങ്ങനെയാണ് ചൈതന്യ എന്ന് പറഞ്ഞത്. ഇത്തിരി ആർട്ടിസ്റ്റുകളെല്ലാം കൂടെ നിന്നിട്ട് നറുക്കിട്ടിട്ട് എടുത്ത ഒരു ഇതാണ് ചൈതന്യ എന്ന് പറഞ്ഞതിന്റെ വേറെ കുറെ പേരുകളൊക്കെ വന്നു. പക്ഷെ അത് എടുത്തപ്പോ ചൈതന്യ എന്ന് പറഞ്ഞു. അങ്ങനെയാണ് കൊല്ലം ചൈതന്യ എന്ന്. തിയേറ്റേഴ്സിന്റെ തുടക്കം ഇവിടെ തന്നെയായിരുന്നു? ഇവിടെ അല്ലായിരുന്നു, കരിക്കോടായിരുന്നു. കരിക്കോട് എന്ന് പറഞ്ഞാൽ നമ്മുടെ ഇപ്പൊ അവിടെ ഒരു പമ്പുണ്ട്, പിന്നെ മാമാടെ ഒരു പമ്പുണ്ട്. അതിന്റെ ഇപ്പുറത്തായിരുന്നു സ്ഥലത്തുമ്പോൾ പള്ളിയുടെ ഒക്കെ അടുത്താണ്. അവിടെ ആയിരുന്നു ഞാൻ ജനിച്ചു വളർന്നത്. ആ വീട്ടിൽ വെച്ചായിരുന്നു ചൈതന്യ തുടങ്ങുന്നത്. നാടകാഭിനയം തുടങ്ങിയ ഒരു കാലഘട്ടം പറഞ്ഞില്ലേ? ആ സമയത്ത് ആദ്യം ചെയ്ത ക്യാരക്ടറിനെ പറ്റി? തീർച്ചയായിട്ടും ആ സമയത്ത് നാടകം എന്ന് പറഞ്ഞാൽ എന്റെ ചേട്ടൻ തന്നെ എഴുതിയ ഒരു നാടകമായിരുന്നു. താളം എന്നായിരുന്നു അതിന്റെ പേര്. ആ നാടകത്തില് അപ്പം മോളെ പ്രസവിച്ച് അയാൾക്ക് ഇങ്ങനെ 2-3 വയസ്സ് ആവുന്നതേ ഉള്ളൂ. അപ്പം ഈ എന്റെ ഹാൻഡ് റൈറ്റിംഗ് ബെറ്റർ എന്ന് പറഞ്ഞുകൊണ്ട് സ്ക്രിപ്റ്റിലെ ഓരോ കഥാപാത്രങ്ങളുടെയും പോർഷൻസ് എഴുതാൻ എന്നോട് പറയും. ഇന്നൊക്കെ ആണെങ്കിൽ അവരിപ്പം പിന്നെ DTP എടുക്കും, അല്ലെങ്കിൽ കോപ്പി എടുക്കും. അതല്ല അവർ തന്നെ സ്വയം എഴുതും. അന്നൊക്കെ എന്ന് പറഞ്ഞാൽ നമ്മളിപ്പോ 200 പേജ് അല്ലെങ്കിൽ 80 പേജ് 120 പേജ് ബുക്കിലും നമ്മൾ ചിലപ്പോൾ ഓരോ കഥാപാത്രങ്ങളുടെ ഇത് എഴുതി വരുന്ന ആർട്ടിസ്റ്റുകൾക്ക് നിങ്ങളുടെ കഥാപാത്രം ഇന്നതാണെന്ന് പറഞ്ഞ് കൊടുക്കുമായിരുന്നു. അങ്ങനെ അന്ന് എന്നെ കൊണ്ടായിരുന്നു എൻ്റെ ചേട്ടൻ പോർഷൻ എഴുതുന്നത്. അങ്ങനെ കുറെ പേർക്ക് ഇങ്ങനെ എഴുതി മെയിൽ ആർട്ടിസ്റ്റുകളൊക്കെ ഓക്കെ ആയി. മോളും ഉണ്ട് എൻ്റെ കൂടെ. എന്നിട്ട് ഫീമെയിൽ ആർട്ടിസ്റ്റിനെ കുറേ പെണ്ണുങ്ങളെ ഇങ്ങനെ കൊണ്ടുവന്നിട്ട് ഒന്നും അവരെ കൊണ്ട് ആദ്യം ഡയലോഗൊക്കെ പറഞ്ഞു നോക്കുമായിരുന്നു. അതിനുശേഷം ആ വേഷത്തിന് അവർ കറക്റ്റ് അല്ലെന്ന് തോന്നുമ്പോൾ ഈ ഞാൻ എഴുതിയ പോർഷൻസും കൂടെ അങ്ങ് കൊടുത്തിട്ട് പിന്നെ നിങ്ങൾ പഠിച്ചോളൂ, റിഹേഴ്സലിന്റെ ഡേറ്റ് അറിയിപ്പിക്കുക എന്നൊക്കെ പറഞ്ഞു വിടും. ബസ് ഫെയറും കൊടുത്ത് ഇവരങ്ങോട്ട് പോകുമ്പം അതിന്റെ പിന്നാലെ ഒരു കാർഡും കൂടെ എഴുതിയിടും, നിങ്ങൾ ആ വേഷത്തിനകത്തല്ല, അതുകൊണ്ട് ഇനി നമുക്ക് ഒരു നാടകത്തിൽ വരുന്ന കാലങ്ങളിൽ നോക്കാം എന്ന് പറഞ്ഞു. അപ്പൊ ഞാൻ എഴുതിയ സാധനം ഇവർ കൊണ്ടുപോയില്ലേ. അപ്പൊ പിന്നെ എന്നോട് പറയും എഴുത്. അങ്ങനെ പറഞ്ഞ് ദേഷ്യം വന്നിട്ട് ഇവരെയൊക്കെ കൊണ്ടിട്ട് പഠിപ്പിക്കുന്ന നേരത്തിന് എനിക്ക് പറഞ്ഞു തന്നാൽ ഞാൻ കയറി പറയത്തില്ലെന്ന് ഒരൊറ്റ വാക്കാണ് ഇന്ന് ഉഷ ഉദയൻ എന്ന് പറയുന്ന ഒരു നാടക അഭിനേത്രി നമ്മുടെ കേരളത്തിലുണ്ടായിരുന്നത്.
അന്ന് ചെയ്ത ആ ക്യാരക്ടറിന്റെ പേര്? സീത എന്ന് പറഞ്ഞൊരു ക്യാരക്ടർ. ഒരു 17 വയസ്സുള്ള, അന്നേരം എനിക്ക് 10-18 വയസ്സേ ഉള്ളൂ, കല്യാണം കഴിഞ്ഞ ആ ടൈമിലല്ലേ. ആ. അപ്പൊ എന്റെ വീട്ടില് 4 സഹോദരന്മാർക്ക് ഒരു പെങ്ങളാണ്. നിർബന്ധ ബുദ്ധി, എടുക്കുന്നിടം ജയിക്കണം, അങ്ങനെയൊക്കെ ഉള്ളത്. അതേപോലെ ഒരു പാവാടപ്രായത്തിലുള്ള ഒരു പെൺകുട്ടിയായിരുന്നു ആ വേഷം. അപ്പൊ എനിക്കത് അഭിനയിക്കേണ്ടി ഒന്നും വന്നില്ല. ഞാൻ എന്റെ വീട്ടിൽ എന്തൊക്കെ കോപ്രായങ്ങളൊക്കെ കാണിക്കുന്ന, അങ്ങനെ ആ നിഷ്കളങ്കമായിട്ട് ആരോട് എന്ത് പറയണമെന്നൊന്നും അറിയാൻ വയ്യാതെ ഒരു വായി തോന്നി അങ്ങ് പറയുന്ന ഒരു നിഷ്കളങ്കയായ ഒരു ഓടിച്ചാടി നടക്കുന്ന ഒരു പെൺകുട്ടി.